40 വർഷമായി കലോത്സവ വേദികളിലെ നിശബ്ദ സാന്നിധ്യമായി മാറിയ ഒരു മനുഷ്യന്റെ കഥയിലേക്കാണ് ഇനി. കൊല്ലം ചവറ ശങ്കരമംഗലം സ്കൂളിലെ അധ്യാപകനായ സൂണൻ മാഷിന് കല വെറും നേരം പോക്കല്ല, കലയാണ് സൂണൻ മാഷിന്റെ കാഴ്ചയും. പളിയനൃത്ത വേദിയിൽ കൊച്ചു കലാകാരിമാരുടെ തകർപ്പൻ പ്രകടനം. സദസ്സിൽ കുറച്ചിങ്ങി വൈറ്റ് കെയിനിൽ മുളഞ്ചണ്ടയുടെ പെരുക്കത്തിനൊപ്പം താളം പിടിച്ച് സുഗുണൻ മാഷ്. കല ആസ്വദിക്കാൻ കണ്ണെന്തിനെന്ന് തോന്നിപ്പോകും മാഷിന്റെ ജീവിതം കണ്ടാൽ. 49-കാരനായ സുഗുണൻ വർഷങ്ങളായി കലോത്സവ വേദികളിലെ സാന്നിധ്യമാണ്. താളവും മേളവും പെയ്തിറങ്ങുന്ന വേദികൾക്ക് മുന്നിലിരിക്കുമ്പോൾ ഭക്ഷണം പോലും കഴിക്കാൻ മറക്കും. ഈ കലാരൂപങ്ങളെല്ലാം തന്നെ എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ എല്ലാ കലയിലെ എല്ലാ വിഭാഗത്തെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ഒരു സ്ഥലത്ത് നമുക്ക് ഇത്തരം കലാരൂപങ്ങൾ ഒന്നിച്ച് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കലോത്സവത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. 1988-ൽ മത്സരാർത്ഥിയായാണ് കലോത്സവ വേദിയിലേക്ക് ആദ്യമായി വരുന്നത്. വൃന്ദവാദ്യമായിരുന്നു മത്സര ഇനം, കയ്യിൽ തബലയും. അന്ന് സദസ്സിൽ നിന്ന് ലഭിച്ച കരഘോഷം ഓർത്തെടുക്കുമ്പോൾ മാഷിന്റെ മുഖത്ത് നിലാവിന്റെ പ്രഭ. ഒറ്റയ്ക്കായിരുന്നു തിരുവനന്തപുരത്തെ കലോത്സവ വേദിയിൽ ആദ്യം എത്തിയത്. വിദ്യാഭ്യാസ കാലഘട്ടം തലസ്ഥാനത്തായതിനാൽ സ്ഥലമൊക്കെ സ്വന്തം വീടെന്ന പോലെ പരിചിതം. വർഷങ്ങളായിട്ട് തിരുവനന്തപുരമായിട്ട് എനിക്കൊരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ എല്ലാ വഴികളും എനിക്ക് ഹൃദയസ്ഥമാണ്. അപ്പോൾ എവിടെ ഏത് ജംഗ്ഷനിൽ എത്തിയാലും എവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ മനസ്സിൽ ഐഡിയ ഉണ്ട്. ഇപ്പോൾ കൂട്ടിന് ഭാര്യയും മകനുമുണ്ട്. ഭാര്യ ജയലക്ഷ്മിയും കലാകാരിയാണ്. മകൻ കൃഷ്ണപ്രസാദും കലാരംഗത്തുണ്ട്. കല പോലെ കലർപ്പില്ലാത്ത ജീവിതം. ഏത് കാര്യവും വളരെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങൾ വിജയിക്കുമ്പോൾ ഞങ്ങളും വിജയിക്കും. ഞങ്ങൾ എന്ന് പറയുന്ന അധ്യാപകർ. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തിരുവനന്തപുരത്ത് നിന്നും ജിനുവിനൊപ്പം അജീഷ് ജയകുമാർ, 24.